അപ്പം ഇന്ന് ഈസ്റ്ററൊക്കെ ആയിട്ട് നമുക്കൊരു ബിരിയാണി വെച്ചല്ലോ. ഞാൻ സെക്കൻഡ് ടൈമാണ് കേട്ടോ ബിരിയാണി വെക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം വെച്ചപ്പോൾ ഇത് ഫ്ലോപ്പായിപ്പോയി ഗൈസ്. കാരണം വെള്ളം ഒക്കെ എല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞ് അലമ്പായിപ്പോയി. അപ്പം നമ്മൾ ഇന്ന് സെക്കൻഡ് ടൈം ബിരിയാണി വെക്കാൻ പോകുവാണ്. നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അരി കഴുകി ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പാത്രത്തിൽ സ്പൈസസ് ഇടുകയാണ്. അതായത് ജീരകം, സ്റ്റാർ, അതുപോലത്തെ സാധനങ്ങൾ. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, കുറച്ച് ഉപ്പിടണം, കുറച്ച് ഓയിലും കൂടെ ഒഴിക്കണം കേട്ടോ. ഓയിലും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് തിളയ്ക്കണം. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ ബാക്കി പരിപാടികൾ നോക്കാം. ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചി ആദ്യം ചതയ്ക്കണം. അത്യാവശ്യം ഭയങ്കര പേസ്റ്റ് ആവേണ്ട ഒരു. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഇഞ്ചി എടുക്കേണ്ടത്. നെക്സ്റ്റ് വെളുത്തുള്ളി ഇതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിന്ന് പച്ചമുളക് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മുളക് പൊടി കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ, പച്ചമുളക് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം അതൊന്ന് അരച്ചെടുക്കണം, ഇതുപോലെ തന്നെ ഒന്ന് പേസ്റ്റ് ചെയ്ത് എടുക്കണം. ഇനി ബാക്കി സവാളയും ടൊമാറ്റോയൊക്കെ നമുക്ക് ആവശ്യത്തിന് അരിഞ്ഞ് മാറ്റി വയ്ക്കണം. എന്നിട്ട് നമുക്ക് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ പുതിന ഇലയാണ്. പുതിന ഇലയും മല്ലിയിലയും ഈ പട്ടകളും കൂടി ഇട്ടിട്ട് ഒന്ന് മഞ്ഞൾപ്പൊടിയും ഓയിലും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ചിക്കൻ മാഗ്നേറ്റ് ചെയ്യണം. അതിനായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഇഞ്ചിയും ആ ചതച്ച് വെച്ച പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും പിന്നെ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാളയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം. ഇത്തിരി മുളക് പൊടി ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ നേരത്തെ ചതച്ച പുതിനയിലയും ആ മിക്സും കൂടി ഇട്ടിട്ട് കുറച്ച് ഗരം മസാല ഇടണം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കെന്നിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് കുക്കറിൽ ഇത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഇട്ടിട്ട് ഈ ചിക്കൻ നേരെ അങ്ങെടുത്ത് വെക്കുകയാണ്. പ്രത്യേകിച്ച് വേണ്ട, ഒരു വിസിൽ കേട്ടാൽ മതിയാവും. ഇതെല്ലാം കൂടെ വെച്ചിട്ട് കുറച്ചൊന്ന് വെള്ളം കലക്കി ഒഴിച്ചിട്ട് വെക്കുകയാണ്. ഒരു വിസിൽ വയ്ക്കുമ്പോൾ അത് സെറ്റ് ആയിക്കോളും. പിന്നെ നമുക്ക് ബാക്കി അരിയുടെ കാര്യങ്ങൾ നോക്കാം. ആ തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം. അപ്പോൾ നമ്മൾ അതിലോട്ട് ആ ബിരിയാണി അരി ഇട്ടു. ഞാൻ സിന്ധാൻ്റെ കൂടെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. കാര്യം എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് എന്തായാലും നടക്കത്തില്ല. അപ്പം പുള്ളിക്കാരി എല്ലാത്തിനും ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ഉണ്ടാക്കി. എന്നിട്ട് ഈ ചിക്കൻ ഏകദേശം അല്ല, സെറ്റായി വന്നിട്ടുണ്ട്. അത്യാവശ്യം ചാറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ കടുകും മസാലയൊക്കെ ഇട്ടിട്ട് ഉള്ളീനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ബാക്കി ഗ്രേവിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കാം. കുറച്ച് പണിയുണ്ട്. കുറച്ച് നേരം നിന്നാൽ ഈ ഉള്ളി വഴണ്ട് വരാനായിട്ടാണ് ഒന്ന് പാടുള്ളത്. അപ്പം ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് വരണം. സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാം, ആ മുളകും ഇടാം. നമ്മൾ ഈ മുളകാണ് കേട്ടോ എല്ലായിടത്തും യൂസ് ചെയ്യുന്നത് കൂടുതലും. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, അതെല്ലാം കൂടെ വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാവുന്നതാണ്. ടൊമാറ്റോ ആഡ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഇങ്ങനെ വഴറ്റി അങ്ങ് എടുക്കണം. എടുത്ത് വരുമ്പോഴത്തേക്കും ആ പുതിന ഇലയുടെ മിക്സ് ഞാൻ വീണ്ടും ഇട്ടിട്ട് അത് വീണ്ടും വഴറ്റണം. ഇതൊരു പ്രോസസ്സ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ആ ചിക്കൻ കറി ഒഴിക്കാം. നമ്മൾ ആ കുക്കറി ഉണ്ടാക്കി ചിക്കൻ അങ്ങ് ഒഴിക്കുക. ഇത് അത്യാവശ്യം ഏകദേശം സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവിച്ചാൽ മതിയാവും. കണ്ടോ, ഇതിപ്പം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് അതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പം ആദ്യം കാഷ്യൂനട്ട് ഒന്ന് വറുത്തെടുത്തു. അതിനുശേഷം നമുക്ക് ആ ഓയിലിൽ തന്നെ സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടിട്ട് ഒന്ന് വഴണ്ട് അതൊരു ഗോൾഡൻ ബ്രൗണിഷ് കളറാവണം. ഏകദേശം നല്ല രീതിക്ക് വഴണ്ട് വേണം. അപ്പം കിട്ടിയിട്ടുണ്ട്, നമ്മൾ അതിനെ മാറ്റി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ദം ചെയ്യാം. അപ്പം നമ്മൾ ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കുകയാണ്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ചിക്കൻ്റെ ചാറാണ് കേട്ടോ. ചിക്കൻ്റെ ചാറെടുത്തിട്ട് ഇങ്ങനെ അതിലോട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കും. അതിനുശേഷം കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ആ സവാളയും കൂടി ഇട്ട് കൊടുത്ത് സെക്കൻഡ് ലെയർ. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു 3 ലെയേഴ്സോളം എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ്റെ ചാറും ഒഴിച്ച് കാഷ്യൂനട്ടും സവാള ഇട്ട് കൊടുത്ത് 3 ലെയറൊക്കെ ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ദം ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് അടച്ച് വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. അപ്പം ബാക്കി നമുക്കിനി കഴിക്കണ ഇതിലോട്ട് കിടക്കാം. നമ്മളിവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പൈനാപ്പിളും ബോംബ് മീറ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. സാലഡ് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ നമുക്കിനി കഴിക്കണ ഇതിലോട്ട് കിടക്കാം. നമ്മൾ രണ്ടുപേരും കൂടെയാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയത്. എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ടേസ്റ്റ് ചെയ്യണം ഗൈസ്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പം ഞാനും കൂടെ ഉണ്ടാക്കിയാണെന്ന് അറിയത്തില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ലാസ്റ്റ് കുറച്ച് ഐസ്ക്രീം കൂടെ കഴിച്ചിട്ട് നിർത്താണ് ഗൈസ്. ഇന്നത്തെ വ്ളോഗ് തീരാണ്. ബൈ.